ഹായ് എവ്രിവൺ, എൻ്റെ പേര് കാർത്തിക, ഇതെൻ്റെ ഹസ്ബൻഡ് മനീഷ്. ഞങ്ങൾക്ക് കഴിഞ്ഞ 27 ഫെബ്രുവരിക്ക് ഒരു ബേബി ബോയ് ഉണ്ടായി. നമ്മൾ എടുത്തിരുന്ന ട്രീറ്റ്മെൻറ്റ് സേവന ഹോസ്പിറ്റലിലെ മൊമൈൽഡ് പാക്കേജിൻ്റെ LDR സ്യൂട്ട് വഴിയായിരുന്നു എൻ്റെ ഡെലിവറി മൊത്തം നടന്നത്. ലൈക്ക് ബീങ് എ PhD സ്കോളർ, ഞാനൊരു ഗവേഷക വിദ്യാർത്ഥിനിയാണ്. നമ്മൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുമ്പോഴും, എന്തൊരു പുതിയ കാര്യം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പുതിയ കാര്യം അറിയാൻ ശ്രമിക്കുമ്പോഴും അതിലെ നല്ലതും ചീത്തയും അതുപോലെ തന്നെ എന്തെങ്കിലും പുതിയത് അതിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്ന് എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഞാൻ എൻ്റെ പ്രഗ്നൻസി പീരീഡിൽ മൊമൈൽഡ് എന്ന് പറയുന്ന ഈ ഒരു പാക്കേജിനെ കുറിച്ച് അറിയുകയും നമ്മൾ കൂടുതലായിട്ട് അറിയാനായിട്ട് ഇവരുടെ എക്സിക്യൂട്ടീവിനോട് സംസാരിക്കുകയും ചെയ്യുന്ന സമയത്താണ് ഇവരുടെ ഫെസിലിറ്റീസിനെ പറ്റിയിട്ട് നമ്മൾ അറിയുന്നത്. അതിനുശേഷം നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ചൊരു തീരുമാനം എടുക്കുകയായിരുന്നു, നമ്മൾ ഈ പാക്കേജിൽ നമ്മളുടെ ബേബിയുടെ ഡെലിവറി നടത്താം എന്നുള്ളത്. ഓവറോൾ ചിന്തിക്കുമ്പോൾ എനിക്ക് LDRന്റെ ഒരു പ്രോസ് എന്നുള്ള രീതിക്ക് പറയാനുള്ളത്, ഒരു എന്താ പറയാ, ഒരു ആദ്യമായിട്ടൊരു അമ്മയാവുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിട്ട് ആ പ്രഗ്നൻസി പീരീഡ് കഴിഞ്ഞ് നമ്മൾ ഡെലിവറി പെയിൻ തുടങ്ങുന്നു, ആ ഒരു ലേബർ നടക്കുന്നു, ഒരു വാവ ഉണ്ടാവുന്നു, ആ ഒരു ഹോൾ പ്രോസസ്സിൽ ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുള്ളൊരു കാര്യം, ഏതെങ്കിലുമൊക്കെ ഒരു അമ്മയായി ആവുന്ന ഒരു സ്ത്രീ ആ ഒരു ടേബിളിൽ കിടക്കുന്ന സമയത്ത് കുറച്ച് നാളുകളോ കുറച്ച് ദിവസങ്ങളോ അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകളോ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരുന്നു അതിന് മുന്നേ സംഭവിച്ചിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാനങ്ങ് പ്രസവിച്ചു എന്നല്ലാതെ വേറെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ പറയാനുള്ള സാധനം നമ്മുടെ കയ്യിലുണ്ടോ? എല്ലാ അമ്മമാർക്കും അത് ഉണ്ടായിരുന്നോ? പക്ഷെ ആ ഒരു കാര്യത്തിൽ LDR ഭയങ്കര ഒരു എന്താ പറയാ, എന്നെ സംബന്ധിച്ചിട്ട് എനിക്കതൊരു എക്സ്ട്രാ ഒരു പോസിറ്റീവ് സാധനം തന്നു വെച്ചാൽ എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡിനെ അവര് നിർത്താൻ സമ്മതിക്കുന്നു. ഇത് ഹസ്ബൻഡ് അല്ലെങ്കിൽ നമ്മുടെ അമ്മേനെ നിർത്താം എന്നുള്ളത് തന്നെയാണ്. അതിന്റെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാല്, എനിക്ക് 100% ഷുവർ ആയിട്ട് പറയാം, എൻ്റെ ഫാമിലിയിലെ ഏത് മെമ്പേഴ്സിനോടോ ഫ്രണ്ട്സിനോടോ ആരുടെ അടുത്ത് ചെന്നിട്ടും എൻ്റെ ഡെലിവറി സ്റ്റോറി ഞാൻ പറയുന്നതിനേക്കാൾ വൃത്തിക്ക് സ്ഫുടമായി ഈ അടുത്തിരിക്കുന്ന ആള് പറയും എന്നുള്ളത് തന്നെയാണ്. ബിക്കോസ് ബേബി എൻ്റെ വയറ്റിൽ ഉണ്ടായത് മുതല് അവന്റെ തല, എനിക്ക് നോർമൽ ഡെലിവറി ആയിരുന്നു, എന്നിരുന്നാൽ പോലും അവന്റെ തല ആ പുറത്തേക്ക് വരുന്ന ആ മൊമെന്റ് വരെ സത്യം പറഞ്ഞാൽ ഞാൻ കൂടെ അത് അത്ര എൻജോയ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് അതിന്റെ ഈച്ച് ആൻഡ് എവറി പോയിന്റ് ഡീറ്റെയിലിംഗ് ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ വേറൊരു സാറ്റിസ്ഫാക്ഷൻ ആസ് എ മദർ, ആസ് എ വൈഫ് വേറെ വേണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് തന്നെയാണ് LDRന്റെ ഏറ്റവും വലിയ ഒരു ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് തുടക്കം മുതൽ അവസാനം വരെ എൻ്റെ കൂടെ അതുപോലെ എന്താ പറയാ, നമ്മുടെ അമ്മമാരെ പോലെ അല്ലെങ്കിൽ ചേച്ചിമാരെ പോലെ അനിയത്തിമാരെ പോലെ അങ്ങനെ കൂടെ നമ്മൾ പറയില്ലേ കട്ടയ്ക്ക് നിൽക്കാന്ന്, അങ്ങനെ നിന്നിരുന്ന സ്റ്റാഫായിരുന്നു. എൻ്റെ പെയിൻ തുടങ്ങുന്നത് മുതൽ ഞാൻ തലേദിവസം അഡ്മിറ്റ് ആയി കഴിഞ്ഞ് വാവ പുറത്ത് വരുന്നത്, എന്തിന് വാവ ജനിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ ഒബ്സർവേഷനിൽ കിടക്കുന്ന സമയത്താണെങ്കിൽ പോലും ഞാൻ ലേബർ റൂമിൽ എൻ്റെ സ്റ്റിച്ചിന്റെ കാര്യങ്ങൾ നോക്കാനും ഒക്കെ പോയി തിരിച്ചു വരുന്ന വഴിയിൽ വെച്ച് കാണുമ്പോൾ പോലും അവരുടെ ആ ഒരു നമ്മളോടുള്ള സ്നേഹം അവർ കാണിക്കുന്ന ഒരു എന്താ പറയാ, അതൊരു ബിസിനസ് അല്ല. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ സമയം കൊണ്ട് നമ്മളൊരു വേറൊരു ലെവൽ ഓഫ് ബോണ്ടിങ് എന്നെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക അങ്ങനെയുള്ള ഒരു സ്പേസ് തന്നെയാണ്. ഇപ്പം നമ്മളൊരു സാധാ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് നേരെ പോയി ലേബർ റൂമിൽ കയറി ഒരു കുഞ്ഞുണ്ടായി തിരിച്ചു വരുമ്പോൾ ഇന്ന കുട്ടിയാണ് എന്ന് പറയുന്നതിനേക്കാൾ വളരെ മനോഹരമായിട്ടുള്ള മൊമെന്റ്സിലൂടെയായിരുന്നു എന്നേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നു എൻ്റെ ഹസ്ബൻഡ് കടന്നു പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യും. ഇപ്പോൾ അമ്മയായി എന്താ പറയാ, അമ്മയാവാൻ പോകുന്നവര്, അതുപോലെ തന്നെ അമ്മയാവാൻ തയ്യാറെടുക്കുന്നവര്, ഒരു വട്ടം അമ്മയായി ഇനി രണ്ടാമത് അമ്മയാവാൻ പ്ലാൻ ഇടുന്നവര്, എല്ലാവർക്കും ഒന്ന് വന്ന് ട്രൈ ചെയ്യാവുന്ന ഒരു പാക്കേജ് തന്നെയാണ് ഇവരുടെ LDR ഫെസിലിറ്റീസ്. അതൊന്ന് നിങ്ങൾ ഇവരുടെ എക്സിക്യൂട്ടീവായിട്ട് സംസാരിക്കും. നിങ്ങൾക്ക് ഇവരുമായി സംസാരിക്കുമ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. വളരെ വേർത്താണ്. അത് എന്താ പറയാ, അതിൽ ഒരു നഷ്ടം വരാനില്ല എന്ന് തികച്ചും അത്ര മനസ്സിൽ തട്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അതിനകത്തൊരു നഷ്ടമില്ല, അത് ടോട്ടലി വർത്ത് ആയിട്ടുള്ള കാര്യമാണ്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.
അത് ഒട്ടും എന്താ പറയാ, നിങ്ങൾക്ക് ഒട്ടും നിങ്ങൾ ഒരു തരത്തിൽ പോലും നിരാശരാക്കില്ല. ആ ഒരു സന്തോഷമാണ് ഇപ്പൊ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതുള്ളത്. വളരെ സന്തോഷം. എല്ലാ വിഷസും സ്റ്റാഫിനായാലും മാനേജ്മെന്റിനായാലും എന്റെയും അതുപോലെ ഹസ്ബൻഡിന്റെയും ഞങ്ങളുടെ കുഞ്ഞു ബേബിയുടെയും വകെ അറിയിക്കും. താങ്ക് യു സോ മച്ച്.